ഓം സായിറാം. ശ്രീ സായി സച്ചരിത പാരായണം അധ്യായം 46. ബാബയുടെ ഗയായാത്ര, ആടുകളുടെ കഥ. ഈ അധ്യായം ശ്യാമയുടെ കാശി, പ്രയാഗ്, ഗയ മുതലായ സ്ഥലങ്ങളിലെ തീർത്ഥയാത്രയും ബാബ തന്റെ ചിത്രരൂപത്തിൽ അയാൾക്ക് മുൻപേ അവിടെ എത്തിയതും 2 ആടുകളുടെ മുൻ ജന്മത്തെപ്പറ്റി ബാബയ്ക്കുള്ള ഓർമ്മകളും വിവരിക്കുന്നു. മുഖവുര. ഹേ സായിനാഥ, അവിടുത്തെ പാദങ്ങൾ അനുഗ്രഹീതങ്ങളാണ്. അവിടുത്തെ സ്മരണകളും ഞങ്ങളെ കർമ്മബന്ധങ്ങളിൽ നിന്ന് മുക്തരാക്കുന്ന ദർശനവും അനുഗ്രഹീതങ്ങളാണ്. അവിടുത്തെ രൂപം ഞങ്ങൾക്കിപ്പോൾ കാണാൻ കഴിയുന്നില്ലെങ്കിലും ഭക്തന്മാർ അങ്ങയിൽ വിശ്വസിച്ചാൽ അവിടുന്ന് ജീവിച്ചിരിക്കുമ്പോഴത്തെ എന്ന പോലുള്ള അനുഭവങ്ങൾ കൊടുക്കുന്നു. അദൃശ്യവും സൂക്ഷ്മവുമായ ഒരു നൂൽച്ചരട് കൊണ്ട് അവിടുന്ന് അടുത്തുനിന്നും അകലെ നിന്നും ഭക്തന്മാരെ അങ്ങയിലേക്ക് ആകർഷിച്ച് അവരെ പുത്രവത്സലയായ ഒരു മാതാവിനെ പോലെ ആശ്ലേഷിക്കുന്നു. ഭക്തന്മാർക്ക് അവിടുന്ന് എവിടെയാണെന്നറിയുന്നില്ല. പക്ഷേ അവിടുന്ന് സമർത്ഥമായി ചരട് പിടിച്ച് നിയന്ത്രണം ചെയ്യുന്നത് കൊണ്ട് ഭക്തന്മാർക്ക് അവിടുന്ന് അവരുടെ പിന്നിൽ രക്ഷിതാവായിട്ടുണ്ടെന്ന് ബോധ്യപ്പെടുന്നു. ബുദ്ധിമാന്മാരും പണ്ഡിതന്മാരും അഹംഭാവം കൊണ്ട് സംസാരസാഗരത്തിൽ വീണുപോകുമ്പോൾ അവിടുന്ന് അവിടുത്തെ ശക്തിയാൽ അശരണരും പാമരരും ഭക്തരുമായ വിനീതരെ സംരക്ഷിക്കുന്നു. അദൃശ്യമായും ആന്തരികമായും അവിടുന്ന് എല്ലാ കളികളും കളിക്കുന്നു. എങ്കിലും അതിലൊന്നും തൽപരനല്ലെന്നും കാണിക്കുന്നു. അവിടുന്ന് കർമ്മം ചെയ്യുന്നില്ലെങ്കിലും കർമ്മിയാണെന്ന് ഭാവിക്കുന്നു. ആർക്കും അവിടുത്തെ ജീവിതത്തെ മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഏറ്റവും നല്ല വഴി മനോവാഗ്ദേഹങ്ങളെ അവിടുത്തെ പാദത്തിലർപ്പിച്ച് പാപനാശനാർത്ഥം അവിടുത്തെ തിരുനാമം ഉരുവിടലാണ്. അവിടുന്ന് ഭക്തന്മാരുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കുന്നു. ആഗ്രഹമില്ലാത്തവർക്ക് പരമാനന്ദം പ്രദാനം ചെയ്യുന്നു. അവിടുത്തെ മധുരനാമങ്ങൾ ഉരുക്കഴിക്കലാണ് ഭക്തന്മാർക്ക് ഏറ്റവും ലളിതമായ സാധന. ഈ സാധന കൊണ്ട് ഞങ്ങളുടെ പാപങ്ങളും രജസ് തമോ ഗുണങ്ങളും ഇല്ലാതാവുന്നു. അങ്ങനെ സത്വഗുണവും സത്യബോധവും മുൻകൈയെടുത്ത് വിവേകവും നിസ്സംഗത്വവും ജ്ഞാനവും വളർത്തിയെടുക്കുന്നു. അപ്പോൾ ഞങ്ങൾ ആത്മനിലും ഗുരുവിലും വ്യാപൃതരാവുന്നു. ഇതാണ് ഗുരുവിനുള്ള സർവാർപ്പണം എന്ന് പറയുന്നത്. ഇതിന്റെ വ്യക്തമായ അടയാളം മനസ്സിന് ശാന്തിയും സമാധാനവും കൈവരലാണ്. ഈ സമർപ്പണത്തിന്റെ മാഹാത്മ്യവും ഭക്തിയും ജ്ഞാനവും അപാരമാണ്. കാരണം അതിന്റെ പിന്നാലെ വരിവരിയായി സമാധാനം, നിസ്സംഗഭാവം, കീർത്തി, മുക്തി എന്നിവ വന്നുകൊണ്ടിരിക്കുന്നു. സായി ബാബ ഒരു ഭക്തനെ അംഗീകരിച്ചാൽ ബാബ അവനെ വിടാതെ പിന്തുടരുന്നു. രാപ്പകൽ വീട്ടിലായാലും വിദേശത്തായാലും സദാ കൂടെ നിൽക്കുന്നു. ഭക്തൻ എവിടെ വേണമെങ്കിലും പൊയ്ക്കൊള്ളട്ടെ, ബാബ അയാൾക്ക് മുന്നിൽ ഏതെങ്കിലും അനിർവർണ്ണനീയമായ രൂപത്തിൽ എത്തും. താഴെ പറയുന്ന കഥ അത് തെളിയിക്കുന്നു. ഗയായാത്ര. കാക്കാ സാഹേബ് ദീക്ഷിതിനെ ബാബ പരിചയപ്പെട്ട് അധികം കഴിയുന്നതിന് മുമ്പ് അയാളുടെ മകൻ ബാബുവിന്റെ ഉപനയനം നാഗ്പൂരിൽ വെച്ച് കഴിക്കാൻ നിശ്ചയിച്ചിരുന്നു. ഏകദേശം അതേ സമയത്ത് തന്നെ നാനാ സാഹേബ് ചന്ദോർക്കറും അയാളുടെ മൂത്ത മകന്റെ വിവാഹം ഗ്വാളിയാറിൽ വെച്ച് നടത്താൻ നിശ്ചയിച്ചു. ദീക്ഷിത്തും ചന്ദോർക്കറും ഷിർദിയിൽ വന്ന് സ്നേഹപൂർവ്വം ബാബയോട് ഈ അടിയന്തരങ്ങൾ സംബന്ധിക്കാൻ അപേക്ഷിച്ചു. ബാബ തന്റെ പ്രതിപുരുഷനായി ശ്യാമയെ കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു. അവർ നിർബന്ധിച്ചപ്പോൾ ശ്യാമയെ കൂട്ടിയാൽ മതിയെന്നും കാശിയും പ്രയാഗും കഴിയുമ്പോഴേക്കും താൻ ശ്യാമയുടെ മുന്നിൽ എത്തിച്ചേരുമെന്നും പറഞ്ഞു. ഈ വാക്കുകൾ ശ്രദ്ധിക്കൂ. അവ ബാബയുടെ സർവ്വവ്യാപിത്വം വ്യക്തമാക്കുന്നു. ബാബയുടെ അനുവാദം വാങ്ങി ശ്യാമ നാഗ്പൂരിലും ഗ്വാളിയോറിലും പോവാനും പിന്നീട് കാശി, പ്രയാഗ്, ഗയ ഇവിടങ്ങളിൽ പോവാനും നിശ്ചയിച്ചു. അപ്പാക്കോട്ടെയും അയാളെ അനുഗമിക്കാൻ തീരുമാനിച്ചു. അവർ രണ്ടുപേരും ആദ്യം നാഗ്പൂരിലേക്ക് ഉപനയനത്തിന് പോയി. കാക്കാ സാഹേബ് ദീക്ഷിത് ശ്യാമയ്ക്ക് 200 രൂപ ചെലവിന് കൊടുത്തു. പിന്നീട് അവർ ഗ്വാളിയോറിൽ കല്യാണത്തിന് പോയി. അവിടെ വെച്ച് നാനാ സാഹേബ് ചന്ദോർക്കർ 100 രൂപയും അയാളുടെ ബന്ധു ജാദർ 100 രൂപയും കൊടുത്തു. പിന്നീട് അയാൾ കാശിയിലും അയോധ്യയിലും പോയി. കാശിയിൽ ജാദരുടെ ലക്ഷ്മീനാരായണ ക്ഷേത്രത്തിലും അയോധ്യയിൽ ജാദരുടെ രാമമന്ദിരത്തിലും. ജാദരുടെ മാനേജർ അയാൾക്ക് നല്ല സ്വീകരണം നൽകി.
അവർ അയോധ്യയിൽ 21 ദിവസവും കാശിയിൽ 2 മാസവും താമസിച്ചു. പിന്നീട് അവർ ഗയയിലേക്ക് പുറപ്പെട്ടു. വണ്ടിയിൽ വെച്ച് ഗയയിൽ പ്ലേഗ് ബാധയുണ്ടെന്ന് കേട്ടു കുറച്ച് അസ്വസ്ഥരായി. രാത്രി ഗയയിലിറങ്ങി ധർമ്മശാലയിൽ താമസിച്ചു. രാവിലെ ഗയാവാല, അതായത് തീർത്ഥാടകർക്ക് സൗകര്യം ചെയ്യുന്ന പുരോഹിതൻ വന്ന്, തീർത്ഥാടകരെല്ലാം പുറപ്പെട്ടു, നിങ്ങൾ വേഗം വരിൻ എന്ന് പറഞ്ഞു. ശ്യാമ അയാളോട് ഗയയിൽ പ്ലേഗ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ലെന്ന് ഗയാവാല പറഞ്ഞു. ഒന്നും പേടിക്കാതെ വന്നാലും എല്ലാം നിങ്ങൾക്ക് തന്നെ കാണാം എന്നും പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടി ഗയാവാലയുടെ വിശാലമായ സത്രം പോലുള്ള വീട്ടിൽ താമസിച്ചു. കിട്ടിയ മുറിയിലെ സൗകര്യങ്ങളും മുന്നിലെ പൂമുഖത്ത് ചുമരിൽ തൂക്കിയ ബാബയുടെ വലിയ ചിത്രവും കണ്ട് ശ്യാമയ്ക്ക് വളരെ സന്തോഷമായി. ബാബ പറഞ്ഞത് അയാൾ ഓർത്തു. കാശിയും പ്രയാഗും കഴിഞ്ഞാൽ ഞാൻ ശ്യാമയുടെ മുന്നിലെത്തും. ഇതോർത്ത് അയാൾ കണ്ണീർ പൊഴിച്ചു. രോമഹർഷമുണ്ടായി. തൊണ്ടയിടറി അയാൾ കരയാൻ തുടങ്ങി. ഗയാവാല ഇയാൾ പ്ലേഗ് പേടിച്ചാണ് കരയുന്നതെന്നാണെന്ന് കരുതിയത്. ശ്യാമ അയാളോട് എപ്പോഴാണ് ബാബയുടെ പടം കിട്ടിയതെന്ന് ചോദിച്ചു. അയാൾക്ക് 200 മുതൽ 300 ഏജന്റുമാർ മന്മാട് മുതലായ സ്ഥലങ്ങളിലുണ്ടെന്നും അവരിൽ നിന്നും ബാബയുടെ പ്രശസ്തി കേൾക്കാനിടയായെന്നും അയാൾ പറഞ്ഞു. അങ്ങനെ 12 കൊല്ലങ്ങൾക്ക് മുമ്പ് അയാൾ ഷിർദിയിൽ പോയി ബാബയെ ദർശിച്ചു. പിന്നീട് ശ്യാമയുടെ വീട്ടിലുണ്ടായിരുന്ന ബാബയുടെ പടം അയാൾ ആവശ്യപ്പെട്ടപ്പോൾ ബാബയുടെ അനുമതിയോടുകൂടി ശ്യാമ അത് അയാൾക്ക് കൊടുത്തു. ഇത് ആ പടമാണ്. ശ്യാമ അപ്പോൾ ആ സംഭവം ഓർമ്മിച്ചു. ഗയാവാലയ്ക്ക് പണ്ട് തനിക്ക് അങ്ങനെ ഉപകരിച്ച ശ്യാമ തന്നെയാണ് ഇപ്പോൾ വന്ന അതിഥി എന്നറിഞ്ഞ് അത്യധികം സന്തോഷമായി. അവർ അന്യോന്യം കുശലവും സ്നേഹാന്വേഷണവും നടത്തി. വളരെ സന്തുഷ്ടരായി. ഗയാവാല ഒരു ഗംഭീരവും രാജോചിതവുമായ സ്വീകരണം തന്നെ കൊടുത്തു. അയാൾ വളരെ ധനികനായിരുന്നു. അയാൾ ഒരു പല്ലക്കിലേറി ശ്യാമയെ ആനപ്പുറത്തിരുത്തിയും കൊണ്ടാണ് യാത്ര ചെയ്തത്. ശ്യാമയുടെ എല്ലാ സൗകര്യങ്ങളിലും അയാൾ ശ്രദ്ധിച്ചു. ഈ കഥയുടെ ഗുണപാഠം ഇതാണ്. ബാബയുടെ വാക്കുകൾ ശരിയായെന്ന് മാത്രമല്ല, ബാബയുടെ ഭക്തന്മാരോടുള്ള പ്രേമം അപാരവുമാണ്. ഇതുമാത്രമല്ല, ബാബ എല്ലാ ജീവികളെയും സ്നേഹിച്ചു. അടുത്ത കഥ അത് വിവരിക്കും. 2 കോലാടുകൾ. ബാബ ഒരിക്കൽ ലണ്ടിയിൽ നിന്ന് മടങ്ങി വരുമ്പോൾ ഒരു ആട്ടിൻകൂട്ടത്തെ കണ്ടു. 2 ആടുകളിൽ ബാബയുടെ ശ്രദ്ധ പതിഞ്ഞു. ബാബ അവയുടെ അടുക്കൽ ചെന്ന് അവയെ പിടിച്ച് തലോടി 32 രൂപ വില കൊടുത്ത് അവയെ വാങ്ങി. ഭക്തന്മാർ ബാബ ചെയ്തത് കണ്ട് അതിശയിച്ചു. അവർ ബാബയെ പറ്റിച്ചതാണെന്നും 2 ആടുകൾക്കും കൂടി 4, 6, 8 ഉറുപ്പിയിലധികം വില വരില്ലെന്നും പറഞ്ഞു. ബാബയോട് ഇങ്ങനെ അവർ പറഞ്ഞപ്പോൾ ബാബ മിണ്ടാതിരുന്നു. ശ്യാമയും താത്യാക്കോട്ടയും ബാബയോട് ഒരു വിശദീകരണം ആവശ്യപ്പെട്ടു. സായി ബാബ തനിക്ക് പണം സൂക്ഷിക്കേണ്ടതില്ലെന്നും വീടോ കുടുംബമോ നോക്കേണ്ടതില്ലെന്നും പറഞ്ഞു. ബാബ അവരോട് തന്റെ ചിലവിൽ 4 സേർ പരിപ്പ് വാങ്ങി ആടുകൾക്ക് കൊടുക്കാൻ പറഞ്ഞു. ഇതിനുശേഷം ആടുകളെ മടക്കിക്കൊടുത്ത് താഴെ കാണുന്ന വിശദീകരണങ്ങളും ഓർമ്മകളും പറഞ്ഞു. ഓ, ശ്യാമയും താത്തയും എന്നെ ഈ കച്ചവടത്തിൽ കബളിപ്പിച്ചതാണെന്ന് കരുതി. അല്ല, അവയുടെ കഥ കേൾക്കുവിൻ. മുൻജന്മത്തിൽ അവർ മനുഷ്യരായിരുന്നു. അവർക്ക് എന്റെ തുണക്കാരായി എന്റെ കൂടെ ഇരിക്കാനുള്ള ഭാഗ്യം കിട്ടി. അവർ സഹോദരന്മാരായിരുന്നു. ആദ്യം വളരെ സ്നേഹിച്ചിരുന്ന അവർ 2 പേരും ക്രമേണ ശത്രുക്കളായി. മൂത്തവൻ മടിയനും രണ്ടാമത്തവൻ സമർത്ഥനുമായിരുന്നു. രണ്ടാമത്തവൻ കുറെ പണമുണ്ടാക്കി. മൂത്തവൻ ദുരാഗ്രഹം കൊണ്ട് അനുജനെ കൊന്ന് പണമെടുക്കാൻ തീർച്ചയാക്കി. അവർ ബന്ധം മറന്ന് കലഹിച്ചു. മൂത്തവൻ അനുജനെ കൊല്ലാൻ പല വഴികളും നോക്കി. എല്ലാത്തിലും പരാജിതനായി. അങ്ങനെ ശത്രുത മൂത്തൊടുവിൽ മൂത്തവൻ ഒരു ദണ്ടുകൊണ്ട് ഇളയവന്റെ നെറുകയിലടിച്ചു. അനുജൻ അപ്പോൾ തന്നെ ജ്യേഷ്ഠനെ മഴ കൊണ്ട് വെട്ടുകയും ചെയ്തു. 2 പേരും ചത്തുവീണു. അവരുടെ കർമ്മഫലം കൊണ്ട് ആടുകളായി വീണ്ടും ജനിച്ചു. അവ എന്റെ അടുത്ത് കൂടിയ പോയപ്പോൾ ഞാൻ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. അവരുടെ പൂർവ്വകഥ മനസ്സിലാക്കി. അവരെ കണ്ടപ്പോൾ എനിക്കവർക്ക് ഭക്ഷണവും സമാധാനവും വിശ്രമവും കൊടുക്കണമെന്ന് തോന്നി. അതിനാണ് ഞാൻ ഈ പണം മുഴുവൻ ചെലവാക്കിയത്. അതിനാണ് നിങ്ങൾ എന്നെ പഴിക്കുന്നത്. ഈ കച്ചവടം നിങ്ങൾക്കിഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ അവയെ ഇടയന് തന്നെ മടക്കിക്കൊടുത്തു. സായിക്ക് കോലാടുകളോടുള്ള സ്നേഹം ആ വിധത്തിലായിരുന്നു. ഓം സായിറാം. ശ്രീ സായിയെ നമിക്കുവിൻ. ലോകശാന്തി ഭവിക്കട്ടെ. ഓം സായിറാം.
ആരതി. ഓ സായി ബാബ, ജീവന്മാർക്ക് ആനന്ദം പ്രദാനം ചെയ്യുന്ന അവിടത്തേക്ക് ഞങ്ങൾ ആരതി കാണിക്കുന്നു. അവിടുത്തെ ദാസന്മാരും ഭക്തന്മാരുമായ ഞങ്ങൾക്ക് അവിടുത്തെ പാദരേണുക്കളിൽ വിശ്രമം തന്നാലും ആശകളെ ദഹിപ്പിച്ച് അവിടുന്ന് ബ്രഹ്മത്തിൽ ലയിച്ച് ഭഗവാനെ അനേഷകർക്ക് കാണിച്ചു കൊടുക്കുന്നു. ഓരോരുത്തരുടെ ഭക്തിയുടെ തീക്ഷ്ണത അനുസരിച്ച് അവിടുന്ന് അനുഭൂതികളും അനുഭവങ്ങളും പ്രദാനം ചെയ്യുന്നു. കരുണാഹൃദയ ഭഗവാന്റെ ശക്തി അത്തരത്തിലുള്ളതാണ്. അവിടുത്തെ പേരിൽ ധ്യാനിച്ചാൽ സംസാരഭയം അകന്നു പോകുന്നു. അവിടുത്തെ പ്രവർത്തന പദ്ധതി അനിർവർണ്ണനീയമാണ്. അവിടുന്ന് സദാ ദരിദ്രരെയും നിസ്സഹായരെയും സഹായിക്കുന്നു. ഈ കലിയുഗത്തിൽ സർവന്തരാമിയായ ദത്തൻ സഗുണബ്രഹ്മമായി അവതരിച്ചതാണ് അവിടുന്ന്. വ്യാഴാഴ്ച തോറും അങ്ങയുടെ അടുക്കൽ വരുന്ന ഭക്തന്മാരുടെ സംസാരഭയം അകറ്റി അവരെ ഭഗവത് പാദങ്ങളെ കാണുമാറാക്കിയാലും ഹേ ദേവാദിദേവ, എൻ്റെ ധനസഞ്ചയം അവിടുത്തെ പാദസേവയായി തീരട്ടെ. കാർമേഘം ചാതകപ്പക്ഷിക്ക് ശുദ്ധജലപാനം ചെയ്യാൻ നൽകുന്നത് പോലെ മാധവനെയും ആനന്ദത്തെ പാനം ചെയ്യിച്ച് അവിടുത്തെ വാക്കുകൾ പരിപാലിച്ചാലും. ആമേൻ. ശ്രീ സായിയെ നമിക്കുവിൻ. ലോകശാന്തി ഭവിക്കട്ടെ. ഓം സായിറാം. ഓം സായിറാം. ഓം സായിറാം.